നമ്മുടെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ അവരെയെല്ലാം ചേർത്ത് പിടിക്കുകയാണ് ഇടതുമുന്നണി. ഇപ്പോൾ നമ്മുടെ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ചില്ലിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞ വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ദാണ്ട് ഇപ്പോൾ ഈ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്നത്. അദ്ദേഹം ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ആ ഓട്ടോറിക്ഷ തൊഴിലാളിയെ തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കിയതും. ഇനി അദ്ദേഹത്തിൻ്റെ ആ പ്രചരണങ്ങൾ കാണാം നമുക്ക്. ഇതൊരു മലമ്പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് കുന്നുകളും മലകളും കയറി ഇറങ്ങിയൊക്കെ ആയിരിക്കും അല്ലേ വോട്ട് തരുന്നത് അല്ലേ? പ്രദേശമാണ്. മാത്രമല്ല ഇത് ഇടതുമുന്നണിയുടെ ഒരു കോട്ട തന്നെയാണ് അല്ലേ ഇവിടെ. പാർട്ടി ഇടതുമുന്നണി പ്രവർത്തകർ മുഴുവനും വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഒരു മോളും ഒക്കെ ഉണ്ട്. മോളിങ്ങോ വാങ്ങിയോ അത് മകൾ നമ്മുടെ സ്ഥാനാർത്ഥി ജയകുമാരൻ. മോളുടെ പേരെന്താ? അമയ ഉൾപ്പെടെ അമയും ഉണ്ട്, കുടുംബമെല്ലാം അവര് ഒരുമിച്ച് അതാണ് നമ്മൾ കാണുന്നത്. ഒരു പൊതുപ്രവർത്തന രംഗത്ത് ഭാര്യയല്ലേ, പേരെന്തായിരുന്നു? സജിതയും മുമ്പ് ഇവിടെ മെമ്പറായിരുന്നു. കുടുംബം മൊത്തം ഇതിനു വേണ്ടി അങ്ങ് മാറ്റി വെച്ചേക്കുക പൊതുപ്രവർത്തനത്തിന്. നമുക്കിനി ഇവരുടെ വിശേഷങ്ങൾ, അതേപോലെ തന്നെ അവിടെ വോട്ട് ചോദിച്ച് പോകാൻ പോകണതൊക്കെ നമുക്ക് കാണാം. പിന്നെ ഒരു മെമ്പർ അല്ലെങ്കിൽ തന്നെയും ഏത് കാര്യത്തിന് ആരെവിടെ വിളിച്ചാലും അവർ രണ്ടുപേരും സഹിത മെമ്പറായിട്ടിരുന്നതാണ്. അപ്പോൾ നമ്മളൊരു തൊഴിലുറപ്പ് തൊഴിലാളിയും മേറ്റും കൂടെ. അപ്പം നമുക്ക് ആ തൊഴിലുറപ്പിൽ നിൽക്കുന്ന സമയത്ത് പഞ്ചായത്തിൽ ഒരു കാര്യത്തിനും ഞങ്ങൾക്ക് പോകണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ സഹിതയെ വിളിക്കും, പറയും, അവരത് ശരിയാക്കി നമുക്ക് കൊണ്ടുവരും. പഞ്ചായത്തിൽ ഒരു കാര്യത്തിനും ഞങ്ങൾക്ക് പോകണ്ടായിരുന്നു. അതേപോലെ ഇപ്പം തന്നെ ജയനും നമുക്കെല്ലാം താല്പര്യമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ള നല്ല പ്രതീക്ഷയുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. എൻ്റെ അച്ഛൻ സ്ഥാനാർത്ഥിയാണ്, ജയിപ്പിക്കണേ. നല്ല സമീപനമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു 30-35 വർഷമായിട്ട് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുമായിട്ടും ഏറ്റവും നല്ല ബന്ധമുള്ള ഒരാളാണ് ഞാനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം മുതൽ ഞാൻ ടാപ്പിംഗ് തൊഴിലാളിയാണ്. അപ്പോൾ എൻ്റെ അച്ഛന് സുഖമില്ലാത്ത ആളായിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്, റബ്ബർ പിന്നീടാണ് ഞാൻ ഓട്ടോറിക്ഷ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ അത് പറയുമ്പോൾ ഈ റബ്ബർ കർഷകരെ അല്ലെങ്കിൽ ആ രംഗത്തുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ താങ്ങുവിലയായിട്ട് 200 രൂപ പ്രഖ്യാപിച്ചൊരു കാര്യം കൂടി പറയണ്ടേ? ഈ ഇന്ത്യയിലെങ്ങും ഇല്ലല്ലോ അങ്ങനെ ഒരു സംഭവം അല്ലേ? റബ്ബർ കർഷകരെ സഹായിക്കാൻ ഈ ഇടതുമുന്നണി സർക്കാർ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് അങ്ങനെ ഒരു പ്രഖ്യാപനം കൂടി വന്നത്. 200 രൂപ താങ്ങുവില നിശ്ചയിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം. അങ്ങനെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ചെയ്യുന്നതോടൊപ്പം ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ വിദ്യാഭ്യാസം ചെയ്യുന്നതോടൊപ്പം തന്നെ ടാപ്പിംഗ് നടത്തി എൻ്റെ കുടുംബം പോറ്റുകയും എനിക്ക് 2 സഹോദരിമാരുണ്ടായിരുന്നു. അവരുടെ വിവാഹം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ എൻ്റെ ശ്രമഫലമായും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ശ്രമഫലമായിട്ടാണ് അവരെയൊക്കെ വിവാഹം കഴിച്ച് അയക്കാനെ കൊണ്ട് കഴിഞ്ഞത്. അപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടം കൂടുതൽ കുടുംബ ഉത്തരവാദിത്വം വന്നതുകൊണ്ട് തുടർന്ന് വിദ്യാഭ്യാസം ചെയ്യുന്നതിനൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ടാപ്പിംഗ് തൊഴിലും അതോടൊപ്പം തന്നെ ടാപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം ബിജു ടി എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വർക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ തട്ടിൻ്റെ പണിയുമായി ഞാൻ ഒരു 4 വർഷക്കാലം പോവുകയുണ്ടായി. ആ സമയത്ത് ടാപ്പിംഗ് തൊഴിലാളി, നിർമ്മാണ തൊഴിലാളി, ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളി അല്ലേ? എല്ലാ മേഖലയിലും കടന്നു പിടിച്ചിരിക്കുകയാണ്. ഏറ്റവും അവസാനം എന്താ ഇപ്പോൾ ജനപ്രതിനിധിയാകാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എന്നാലും വലിയ ഒരു പ്രൊഫൈലിൻ്റെ ഉടമ തന്നെയാണ് അങ്ങ്. ആശംസകൾ നേരുന്നു കൈരളിയുടെ. എങ്ങനെയുണ്ട് ഇപ്പം ഒരു വഴികാട്ടിയാണോ? എന്താ അനുഭവം ഉണ്ടല്ലോ, മെമ്പറല്ലേ? അല്ല, ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന ഘട്ടത്തിലും അണ്ണൻ്റെ ഒരു വലിയ സപ്പോർട്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പഞ്ചായത്ത് മെമ്പർ അല്ലാതിരുന്ന സമയത്തും ഒരു പഞ്ചായത്ത് മെമ്പർ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഈ വാർഡിൽ എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തിച്ച ഒരാളാണ്. അമ്മയും അച്ഛനും നമ്മുടെ രംഗത്തിറങ്ങിയിരിക്കുക. മോള് എങ്ങനെയാന്നൊരു മോള് ഇറങ്ങുമോ? മോക്ക് ഇതൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. സ്കൂൾ ഇലക്ഷനൊക്കെ മോന്റെ പേരെന്താ? അഭിനവ്. അഭിനവും പിന്നെ അമയയും ജയകുമാറും സജിതയും ഒരു കുടുംബം ഒന്നാകെ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങി മാതൃകാപരമായി പ്രവർത്തിക്കുന്നു. നാട്ടിനും നാട്ടുകാർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെറുതെ അല്ല, ഒരു വോട്ട് തേടി പോകുമ്പോൾ അവർക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും, ഈ സമൂഹത്തിന് വേണ്ടുന്ന നന്മകൾ ചെയ്യും എന്ന് പറയുന്ന ഒരു ഉറപ്പ്. ആ ഉറപ്പ് പാലിച്ചിട്ടില്ലേ നിങ്ങൾ? തീർച്ചയായിട്ടും 100% അത് ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു സ്ഥലം നെട്ടയം. അപ്പോൾ ചില്ലിംഗ് പ്ലാന്റ്, അപ്പോൾ ഒരു ചില്ലിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലി ഇന്ന് രാവിലെ കാണാൻ പറ്റി. അവരുടെ ആ വോട്ട് തരുന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടു കാണും. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.